6 സ്പീഡ് മാനുവലും 7 സ്പീഡ് DCT ഗിയർ ബോക്സിലും ഒരു വെഹിക്കിൾ അവൈലബിൾ ആണ്. ഇൻഫോർടൈൻമെന്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാടധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇൻഫോർടൈൻ സിസ്റ്റമാണ്. ഒരു സ്ലോപ്പിംഗ് ശ്രദ്ധിച്ചോ, ഇത് കാണുന്ന സമയത്ത് നമുക്കൊരു ഹെഡ് റൂം കുറവാണ് അല്ലെങ്കിൽ സ്പേസ് കുറവാന്ന് തോന്നി സെഗ്മെന്റിലെ ഫസ്റ്റ് ഫീച്ചേഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബ്രാൻഡാണ് ഹ്യുണ്ടായി. ഫീച്ചേഴ്സും പെർഫോമൻസും അതിൽ ലുക്ക് വൈസ് ആണെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഹ്യുണ്ടായി എന്ന ബ്രാൻഡിൻ്റെ വെർണ. സോ ഇന്നത്തെ വിളിൻ്റെ കൂടെ ഉള്ളത് ഹ്യുണ്ടായി വെർണയുടെ ഏറ്റവും പുതിയ ഫേസ് ലിഫ്റ്റാണ്. സോ നമുക്ക് അടുത്ത് പരിചയപ്പെടാം ഒരു വെഹിക്കിളിൽ എന്തൊക്കെ ചേഞ്ചുകൾ വന്നുള്ളത്, എന്തൊക്കെ മാറ്റങ്ങൾ വന്ന് ജസ്റ്റ് നോക്കിയിട്ട് തരാം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീട്ടിലേക്ക് കൃത്യമായ സ്വാഗതം. സോ ഫൈനലി ഇതാണ് ഹ്യുണ്ടായി വെർണ. സോ ഈ ഒരു വെർണയെ കുറിച്ച് പറയുന്ന സമയത്ത് സെഗ്മെൻറ്റിൽ തന്നെ ഒരുപാടധികം ഫാൻ ബേസ് ഉള്ള ഒരു സെഡാൻ വെഹിക്കിളാണ് ഹ്യുണ്ടായി വെർണ. അതുപോലെ തന്നെ ഫീച്ചേഴ്സ് ആണെങ്കിലും ഇതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ഇത് ലുക്ക് വൈസ് ആണെങ്കിലും ആരായാലും ഒന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ഡിസൈനാണ് ഈ ഒരു വെഹിക്കിളിന് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ സെഗ്മെൻറ്റിലെ ഫസ്റ്റ് ഫീച്ചേഴ്സും ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബ്രാൻഡാണ് ഹ്യുണ്ടായി. ഒരുപാടധികം ഫീച്ചേഴ്സ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു ബ്രാൻഡുകളിലൊന്നാണ് ഹ്യുണ്ടായി. സോ ഇത് ശരിക്കും ഒരു കൊറിയൻ ബ്രാൻഡാണ് ഒരു ഹ്യുണ്ടായി എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡ്. അതുപോലെ തന്നെ ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ്, ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ്, അതിന് ഒരുപാടധികം ഫീച്ചേഴ്സ് ലോഡ് ചെയ്തിട്ടാണ് പുതിയ വെർണ ഫേസ് ലിഫ്റ്റ് അപ്ഡേറ്റ് വന്നിട്ടുള്ളത്. സോ സ്ട്രൈറ്റ് വേ ഹ്യുണ്ടായി വെർണയുടെ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് നമുക്ക് കണ്ടു തുടങ്ങാം. സോ ഇതിൻ്റെ ഫ്രണ്ട് പ്രൊഫൈൽ ഒന്ന് മെയിൻ ചേഞ്ചാണ് ഒരു ഗ്രിൽ യൂണിറ്റ്. സോ ഇതിലൊന്ന് ഒരു ബ്ലാക്ക് ക്രോം റേഡിയേറ്റർ ഗ്രില്ലാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. സോ ഇതിലൊന്ന് വേറൊരു അപ്ഡേറ്റ് ആണ് 360 ഡിഗ്രി ക്യാമറ. സെഗ്മെൻറ്റിൽ തന്നെ ഫസ്റ്റ് ഫീച്ചറാണ് ഹ്യുണ്ടായി വെർണയിൽ വന്നുള്ളത്. അതുപോലെ തന്നെ അഡാസ് ഫീച്ചേഴ്സും ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സാണ് പുതിയ വെർണയിൽ വന്നുള്ളൂ. ഇതും സെഗ്മെൻറ്റിലെ ഫസ്റ്റ് ഫീച്ചറാണ് ഹ്യുണ്ടായി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് ആ ഒരു വെർണയിൽ. ഒരു ബെസ്റ്റിലേക്ക് നമുക്ക് കൊടുക്കാൻ സാധിക്കും. ലെവൽ 2 അഡാസ് ഫീച്ചേഴ്സാണ്. അറൗണ്ട് 20+ അഡാസ് ഫീച്ചേഴ്സും ഈ ഒരു ഹ്യുണ്ടായി വെർണയിൽ വരുന്നുണ്ട്. ഫ്രണ്ടിൽ പാർക്ക് സെൻസേഴ്സും പുതിയ അപ്ഡേറ്റിൽ വന്നിട്ടുണ്ട്. 1 2 3 4 ഫ്രണ്ടിൽ 4 പാർക്ക് സെൻസേഴ്സ് വന്നുള്ളത്. സോ ഒരു കണക്റ്റഡ് DRL യൂണിറ്റ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഹ്യുണ്ടായുടെ വലിയൊരു ലോഗും പ്ലേസ് ചെയ്തിട്ടുണ്ട്. സോ നമുക്ക് ഹുഡിലും ധാരാളം ക്യാരക്ട് ലൈൻസും നമുക്കിതിൽ വന്നിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത്. സോ നേരെ ഹെഡ്ലൈറ്റിൽ പോവുകയാണെങ്കിൽ സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഹെഡ്ലൈറ്റ് വ്യൂ വരുന്നത്. 10 ഇൻഡിക്കേറ്റേഴ്സാണ് ഈ പോർഷനിൽ കൊടുത്തത്. നേരെ താഴെ LED ലാംപ്സാണ് ഇവിടെ പ്ലേസ് ചെയ്തത്. സോ അത്രയും അട്രാക്റ്റീവ് രീതിയിലാണ് ഇതിൻ്റെ ഒരു ഗ്രിൽ പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അത് ഫ്രണ്ട് പ്രൊഫൈലും അത്യാവശ്യം നല്ല ബ്രൈറ്റിങ്ങും അട്രാക്റ്റീവിലാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഫ്രണ്ട് വ്യൂ വരുന്നത്. സോ ഇനി നേരെ സൈഡ് പ്രൊഫൈലിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ വീൽസിന് കണ്ടു തുടങ്ങാം. ഒരു 16 ഇഞ്ച് വീൽസാണ് ഈ ഒരു വെഹിക്കിൾ കൊടുത്തുള്ളത്. 4 വീൽ ഡിസ്ക് ബ്രേക്കാണ് അനദർ പ്ലസ് പോയിന്റ്. സോ ഇതൊരു 4 സ്പോക്ക് വീൽ വന്നുള്ളത്. സോ ഒരു കാലിപ്പേഴ്സ് റെഡ് ഇൻസേർട്ട് കൊടുത്ത കാരണം നമുക്കൊരു സ്പോർട്ടി ഫീലാണ് ലഭിക്കുന്നത്. സോ അലോയ് വീൽ ഫുള്ളി ബ്ലാക്ക് ഔട്ടാണ്. ശരിക്കും മാച്ചിങ് ഉണ്ട്. ബോഡിയും അലോയിൽ ഫുൾ ബ്ലാക്ക് ചെയ്ത കാരണം നല്ലൊരു അട്രാക്റ്റീവ് ഫീലാണ് ഇതിൻ്റെ വീൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ. സൈഡിൽ വരുന്ന മെയിൻ ചേഞ്ചാണ് 360. ടോപ്പിൽ നമുക്ക് 360 ഡിഗ്രി ക്യാമറ ലഭിക്കുന്നുണ്ട്. 10 ഇൻഡിക്കേറ്റേഴ്സും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഷോൾഡർ ലൈനും കൊടുത്തിട്ടുണ്ട്. ആ ഒരു ക്രോമിയം പ്ലേറ്റിൽ വന്നുള്ളത്. അതുപോലെ ഡോർ ഹാൻഡിലും ഒരു ക്രോമിയം പ്ലേറ്റിലാണ് വന്നിട്ടുള്ളത്. സോ ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വീലാണ് ബാക്കിലും കൊടുത്തത്. ബാക്കിലും ഡിസ്ക് ബ്രേക്കാണ് വന്നിട്ടുള്ളത്. സോ സൈഡിലും നമുക്ക് ഒരുപാടധികം ക്യാരക്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. കണ്ടോ, സൈഡിൽ അതിൻ്റെ മെയിൻ അട്രാക്റ്റീവ് ബോൾഡ് ഫീലാണ് ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ ഡിസൈൻ ചെയ്തത്. കണ്ടോ, ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സൈഡ് പ്രൊഫൈൽ. സോ ഇത് നേരെ ബാക്ക് ടു ദ റിയർ പ്രൊഫൈൽ. സോ ഫൈനലി ഇതാണ് ഇതിൻ്റെ ഒരു റിയർ പ്രൊഫൈൽ വരുന്നത്. സോ റിയറിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അതിൻ്റെ ഒരു സ്പോയിലറാണ്. ഒരു വിങ്സ് സ്പോയിലറാണ് ഇതിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഹ്യുണ്ടായുടെ ലോഗോ കൊടുത്തിട്ടുണ്ട്. നേരെ താഴെ വെർണ എന്നുള്ളൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സോ ബാക്കിൽ നിന്ന് മെയിൻ ചേഞ്ചാണ് ഒരു കണക്റ്റഡ് ടെയിൽ ലാമ്പ് യൂണിറ്റും. ഇതും പുതിയൊരു അപ്ഡേറ്റിൽ വന്നൊരു മെയിൻ ഫീച്ചറാണ്. അട്രാക്റ്റീവ് രീതിയിലാണ് ആ ഒരു ടെയിൽ ലാമ്പ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സ്പ്ലിറ്റഡ് ടെയിൽ ലാംപ്സ് കൊടുത്തിട്ടുണ്ട്. പകുതി ബോർഡിലോട്ടും പകുതി നേരെ ടെയിൽ ഗേറ്റിലും സ്പ്ലിറ്റ് ആയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. സോ 1.5 ലിറ്റർ ടർബോ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് 1.5 ലിറ്റർ ടർബോ എഞ്ചിനാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. റിയറിൽ 4 പാർക്ക് സെൻസേഴ്സ് കാണാനായിട്ട് സാധിക്കും. ഈ ഒരു ഡിഫ്യൂസർ പോർഷനും അത്യാവശ്യം അട്രാക്റ്റീവ് ഫീലാണ് അതിൻ്റെ ഡിഫ്യൂസർ പോർഷൻ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. റിഫ്ലക്ഷൻ യൂണിറ്റും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ റിയർ പ്രൊഫൈൽ വരുന്നത്. ഡിഫോക്ക് ലൈൻസ് കൊടുത്തിട്ടുണ്ട്. ഹൈമോൺ സ്റ്റോപ്പ് ലാമ്പ്, ഷാർഫിൻ ആൻറ്റിനി കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഈ ഒരു മൂടി ക്ലൈമറ്റിൽ കറക്റ്റ് മാച്ചിങ് രീതിയിലാണ് ഈ ഒരു വെഹിക്കിൾ എടുക്കുന്നത്. അത്രയും അട്രാക്റ്റീവും ഡിസൈനിലും കൂടിയാണ് പുതിയ വെർണ നമുക്ക് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. സോ നമുക്കിങ്ങനെ
ബൂട്ട് സ്പേസിനെ കുറിച്ച് സംസാരിക്കുന്നത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ബൂട്ട് കപ്പാസിറ്റി വരുന്നത്. അത്യാവശ്യം സ്റ്റാൻഡേർഡിലെ ഒരു ബൂട്ട് കപ്പാസിറ്റിയാണ് ഇതിൽ വരുന്നത്. സോ ട്രയാങ്കിൾ കാണാനായിട്ട് സാധിക്കും. ഇതാണ് സ്പെയർ വീൽ ടൂൾ കിറ്റും ഈ ഒരു പോർഷനിലാണ് കൊടുത്തിട്ടുള്ളത്. സോ മേലിൽ ക്ലോസ് ചെയ്യുന്ന ടെയിൽ ഗേറ്റാണ് വരുന്നത്. സോ ഇതാണ് ഓവറോൾ ഇതിനൊരു എക്സ്റ്റീരിയർ വ്യൂ വരുന്നത്. സോ പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സെഡാനിൽ ഒന്നാണ് ഹ്യുണ്ടായി വെർണ. അതിൻ്റെ പെർഫോമൻസ് ആണെങ്കിലും ലുക്ക് വൈസ് ആണെങ്കിലും ഫീച്ചേഴ്സ് ആണെങ്കിലും എനിക്ക് ഒരുപാടധികം ഇഷ്ടപ്പെട്ട ഒരു വെഹിക്കിളാണ് ഹ്യുണ്ടായി വെർണ. സോ ഇതിന് ഫേസ് ലിഫ്റ്റ് വന്ന സമയത്ത് ഒരുപാടധികം ഫീച്ചേഴ്സോടെയാണ് വന്നിട്ടുള്ളത്. സോ നമുക്ക് നേരെ ഇതിൻ്റെ ഇൻറ്റീരിയർ കണ്ടു നോക്കാം. സോ ഇനി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് വാവ്, ഒരു ഡോൾട്ടൺ കളറിലാണ് ഇതിനൊരു ഇൻറ്റീരിയർ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ അതുപോലെ തന്നെ നമുക്കൊരു പെർഫോമൻസ് ഫീൽ കിട്ടാൻ ധാരാളം എലമെൻറ്റ്സും അവിടെ വന്നിട്ടുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ കീയിൽ നിന്ന് കണ്ടു തുടങ്ങാം. സോ ഇതാണ് ഇതിൻ്റെ ഒരു പുതിയ കീ വന്നുള്ളത്. കീയിൽ ലോക്ക് അൺലോക്ക് ഹോൾഡ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്ന ഓപ്ഷനും ഹോൾഡ് ചെയ്ത് ടെയിൽ ഗേറ്റ് ഓപ്പൺ ചെയ്യുന്ന ഓപ്ഷൻസാണ് ഒരു കീയിൽ വന്നുള്ളത്. കീയും അത്യാവശ്യം നല്ലൊരു പ്രീമിയം ക്വാളിറ്റിയിലാണ് കീ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. സോ ഇതാണ് ഓവർ കീ വന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പാഡ് നിന്ന് കണ്ടു തുടങ്ങാം. സോ ഒരു ഡോർ പാഡിൽ വന്ന മെയിൻ ചേഞ്ചാണ് ഈ ഒരു 2 സ്വിച്ചസ്. സോ ഒരു മെമ്മറി സീറ്റ് ഫങ്ഷൻസ് ഈ ഒരു പുതിയ വേർഡിൽ വന്നുള്ളത്. ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റ്, ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് വിളിക്കാൻ സാധിക്കും ഈ ഒരു മെമ്മറി സീറ്റ് ഫങ്ഷൻസ്. സോ നമ്മളെ വീട്ടിൽ 2 ആൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ 2 ആളുടെ പ്രൊഫൈലും നമുക്കിതിൽ സെറ്റ് ചെയ്യാൻ സാധിക്കും. സോ ഒരു ബെസ്റ്റ് ഫീച്ചറായിട്ട് എനിക്ക് എടുത്ത് പറയാൻ സാധിക്കും ഈ ഒരു മെമ്മറി സീറ്റിനെ കുറിച്ച് പറയുന്ന സമയത്ത്. സോ ഇത് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റിലാണ് ഈ ഒരു ഹ്യുണ്ടായി വേർഡിൽ വന്നിട്ടുള്ളത്. സോ നേരെ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കൺട്രോൾസ് കാണാൻ സാധിക്കും. ലോക്ക് അൺലോക്കും ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റബിൾ മിറേഴ്സാണ് വന്നുള്ളത്. ബേസ് മോഡൽ മുതലേ ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. സോ ഫോൾഡിംഗ് ഓപ്ഷൻ മാത്രം ബേസിൽ വരുന്നില്ല. സോ ബോസിൻ്റെ സ്പീക്കേഴ്സ് കാണാൻ സാധിക്കും. സ്റ്റോറേജ് സ്പേസും നമുക്കവിടെ കൊടുത്തിട്ടുണ്ട്. സോ പിന്നെ വന്ന ഈ സെഗ്മെൻറ്റിലെ ഫസ്റ്റ് ഫീച്ചറാണ് ഇലക്ട്രോണിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ് എന്ന് പറയുന്നത്. 10 വേ പവർ അഡ്ജസ്റ്റബിൾ സീറ്റാണ് ഇതിൻ്റെ ഡ്രൈവേഴ്സ് സൈഡിൽ വന്നുള്ളത്. 8 വേ പവർ അഡ്ജസ്റ്റബിൾ സീറ്റാണ് ഇതിൻ്റെ പാസഞ്ചറിലും വന്നിട്ടുള്ളത്. അതും ഒരു ബെസ്റ്റ് ഇൻ സെഗ്മെൻറ്റ് ഫീച്ചറായിട്ട് എടുത്ത് പറയാൻ സാധിക്കും പുതിയ ഹ്യുണ്ടായി വെർണയെ കുറിച്ച് പറയുന്ന സമയത്ത്. സോ ഞാൻ വീഡിയോയുടെ ഇൻട്രോയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരുപാടധികം മാറ്റങ്ങളോടെയാണ് പുതിയ വെർണ ഇന്ത്യയിൽ ലോഞ്ച് ആയിട്ടുള്ളത്. സോ നിങ്ങൾക്കിത് ഓരോ ഫീച്ചേഴ്സ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. സോ നിങ്ങൾ കമൻറ്റ് ചെയ്യുക ഈ ഒരു ഫീച്ചേഴ്സ് നിങ്ങൾക്ക് വെറുത്താണോ ഈ ഒരു പ്രൈസിൽ നിന്ന്. സോ നമുക്ക് നേരെ അകത്തോട്ട് പോവാം. സോ ഫൈനലി ഇൻറ്റീരിയറെ കുറിച്ച് പറയുന്ന സമയത്ത് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊരു ഇൻറ്റീരിയറിൽ ധാരാളം പെർഫോമൻസ് എലമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ടെന്ന്. സോ അതിൻ്റെ മെയിൻ പാർട്ടാണ് ഈ ഒരു റെഡ് ഇൻസേർട്ട് കൊടുത്ത ഈ ഒരു ലൈനിങ്. അതുപോലെ തന്നെ ഈ ഒരു AC വെൻറ്റിലും ലൈനിങ് കാണാൻ സാധിക്കും. സ്റ്റിയറിംഗ് വീൽ സ്റ്റിച്ചിങ്ങിലും ലൈനിങ് കൊടുത്തിട്ടുണ്ട്. ഗിയർ നോബ് സ്റ്റിച്ചിങ്ങിലും കാണാനായിട്ട് സാധിക്കും. സീറ്റിലും ആ ഒരു എലമെൻറ്റ്സ് വന്നിട്ടുണ്ട്. സോ അത് കാണുന്ന സമയത്ത് ഒരു പെർഫോമൻസ് ഫീൽ ലഭിക്കും ആ ഒരു എലമെൻറ്റ്സ് കാണുന്ന സമയത്ത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ സ്റ്റിയറിംഗ് വീലിൽ നിന്ന് കണ്ടു തുടങ്ങാം. ഒരു ലെതർ റാപ്പിഡ് സ്റ്റിയറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത്. സ്റ്റിയറിംഗ് വീൽ കൺട്രോൾ യൂണിറ്റും ഈ ഒരു പോർഷനിൽ വന്നിട്ടുണ്ട്. ക്രൂയിസ് കൺട്രോൾ അഡാസ് ഫീച്ചേഴ്സ് ക്ലസ്റ്റർ യൂണിറ്റ് കൺട്രോൾ ചെയ്യണ ലെഫ്റ്റ് സൈഡിൽ വന്നാണ്. ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ധാരാളം ഇൻഫർമേഷൻ ഈ ഒരു ക്ലസ്റ്ററിൽ ലഭിക്കുന്നതാണ്. ഒരുപാടധികം ഇൻഫർമേഷനുള്ള ഒരു ഡിജിറ്റൽ ക്ലസ്റ്റർ യൂണിറ്റ് കൊടുത്തുള്ളത്. കണക്റ്റഡ് കൂടിയാണ് ഒരു ക്ലസ്റ്ററും ഇൻഫോടൈം സിസ്റ്റം കണക്റ്റഡ് കൂടിയാണ് വന്നിട്ടുള്ളത്. സോ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ മീഡിയ കൺട്രോൾ ബട്ടൺസാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തുള്ളത്. പാഡിൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വൈപ്പർ കൺട്രോളും ഹെഡ്ലൈറ്റ് കൺട്രോളും ഈ ഒരു പോർഷനിലാണ് വന്നിട്ടുള്ളത്. അതുപോലെ ഇവിടെയും കുറച്ച് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട്. അതിലൊന്നാണ് ട്രാഷ് കൺട്രോൾ ഓഫ് ചെയ്യുന്ന ബട്ടൺ, ഐഡിൽ സ്റ്റാർട്ട് സ്റ്റോപ്പ്, ലെവൽ അഡ്ജസ്റ്റ്മെൻറ്റ്സും ഈ ഒരു പോർഷനിലാണ് വന്നിട്ടുള്ളത്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു സ്റ്റിയറിംഗ് വീൽ വന്നത്. സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ഒരു ബാഡ്ജിങ് ശ്രദ്ധിച്ചോ. മോസ്കോ എന്ന ലാംഗ്വേജിൽ 4 dots ആണ് അവിടെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു 4 dotsൻ്റെ മീനിങ് മീൻസ് ഇതിനൊരു H എന്നാണ് ഐഡൻറ്റിറ്റി ചെയ്യുന്നത്. ഹ്യുണ്ടായുടെ H ആണ് ഇവിടെ ഐഡൻറ്റിറ്റി ചെയ്യുന്നത് ഹ്യുണ്ടായുടെ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ വരുന്ന സമയത്ത്. സോ നമുക്ക് ഒരുപാട് വെഹിക്കിൾ ഈ ഒരു സ്റ്റിയറിംഗ് വീൽ കണ്ടിട്ട് ഹ്യുണ്ടായുടെ ലൈനപ്പിൽ ഇൻഫോടൈൻമെൻറ്റ് സിസ്റ്റത്തിനെ കുറിച്ച് പറയുന്ന സമയത്ത് ഒരുപാടധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇൻഫോടൈം സിസ്റ്റമാണ് ഈ ഒരു ഹ്യുണ്ടായി വേർഡിലേക്ക് വന്നുള്ളത്. ബ്ലൂയിങ് കണക്ടിവിറ്റി പോലത്തെ ഒരുപാടധികം ഫീച്ചേഴ്സ് വരുന്നുണ്ട്. ബ്ലൂയിങ് മീൻസ് നമുക്ക് ഫോൺ ലൈനെ കണക്ട് ചെയ്യാൻ സാധിക്കും ഈ ഒരു വെഹിക്കിളിൻ്റെ സിസ്റ്റം. സോ നമുക്ക് ഫോൺ ലൈൻ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും, AC ഓൺ ചെയ്യാനും ഫോൺ ലൈനെ A to Z ഇൻഫോർമേഷൻ നമുക്കൊരു വെഹിക്കിളിൻ്റെ അറിയാനായിട്ട് സാധിക്കും. സോ വാലിഡ് മോഡും നമുക്ക് വരുന്നുണ്ട്. സോ ഒരുപാടധികം ഫീച്ചേഴ്സ് ഉള്ള ഒരു ഇൻഫോടൈം സിസ്റ്റം ഇതിൽ വന്നിട്ടുള്ളത്. പ്രത്യേകിച്ച് ഹ്യുണ്ടായി ഒരു കൊറിയൻ ബ്രാൻഡാണ്. ഇന്ത്യയിൽ ഒട്ടുമിക്ക എല്ലാ ഫീച്ചേഴ്സും ഇന്ത്യയിൽ ലോഞ്ച് ചെയ്ത ഒരു ബ്രാൻഡാണ് ഹ്യുണ്ടായി. സോ അത് നമുക്കൊരു ബെസ്റ്റ് ലൈക്ക് കൊടുക്കാൻ സാധിക്കും. സോ നേരെ താഴെ AC വെൻറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഹസാർഡ് ലാമ്പ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ, AC ആണ് ഈ ഒരു പോർഷനിൽ വന്നിട്ടുള്ളത്. സോ നമുക്കൊരു ഡുവൽ ഫംഗ്ഷനാണ് ഇവിടെ വന്നുള്ളത്. സോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് AC കൺട്രോളിംഗ് ആണ്. സോ ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്യുന്ന സമയത്ത് മീഡിയ കൺട്രോൾ ആവും. സോ ഒന്നുകൂടി പ്രസ് ചെയ്താൽ
അത് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ AC ആവും. സോ ഒരു ഡുവൽ ഫംഗ്ഷനിലാണ് ഈ ഒരു ഓപ്ഷൻസ് വന്നുള്ളത്. ഒരു പ്ലസ് പോയിന്റ് നമുക്ക് എടുത്ത് പറയാൻ സാധിക്കും. സോ ഫ്രണ്ടിലത്തെ 2 സീറ്റ് വെന്റിലേറ്റഡ് ആണ്. അതിൻ്റെ ഓപ്ഷൻസ് ഇവിടെ കാണാനായിട്ട് സാധിക്കും. സോ അവിടെ ഒരു C-പോർട്ട് ചാർജിങ് സോക്കറ്റ് വന്നിട്ടുണ്ട്, 2 വാട്ട് ചാർജിങ് സോക്കറ്റ്, USB പോർട്ടും കൊടുത്തത്. ഒരു വയർലെസ് ഫോൺ ചാർജിങ് പാഡാണ് ഈ ഒരു പോർഷനിൽ വന്നുള്ളത്. ഗിയർ ബോക്സ്, സോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു 7 സ്പീഡ് DCT ഗിയർ ബോക്സ് ആണ്, ഡുവൽ കച്ച് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ. അതിൻ്റെ ഗിയർ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക്, ഓട്ടോ ഹോൾഡ്, ചെറിയൊരു കപ്പ് ഹോൾഡർ, ഇവിടെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് കാണാൻ സാധിക്കും. സോ നിങ്ങൾക്ക് കപ്പ് ഹോൾഡറായിട്ടും ഇത് യൂസ് ചെയ്യാൻ സാധിക്കും. നിങ്ങൾക്ക് ആവശ്യമില്ലെങ്കിൽ നമുക്ക് നേരെ ക്ലോസ് ചെയ്യാം. നിങ്ങൾ ഒരു ബോട്ടിൽ വെക്കാനുള്ള ഹോൾഡർ വേണമെങ്കിൽ ജസ്റ്റ് പുഷ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങോട്ട് വെക്കാനും സാധിക്കും. സോ സ്റ്റോറേജ് സ്പേസും കാണാൻ സാധിക്കും. സ്ലൈഡബിൾ ഹാൻഡ് റെസ്റ്റാണ് ഈ ഒരു ബേണിൽ വന്നുള്ളത്. സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട്. സോ നമുക്ക് വേണമെങ്കിൽ ഇത് റിമൂവ് ചെയ്യാൻ സാധിക്കും. കണ്ടോ, നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്ത് യൂസ് ചെയ്യാനും സാധിക്കും. നേരെ ക്ലോസ് ചെയ്ത് വെക്കാം. സോ നേരെ ഗ്ലോ ബോക്സ് നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ല സ്പേഷ്യസുള്ള ഗ്ലോ ബോക്സ് വന്നുള്ളത്. കൂളബിൾ കൂടിയാണ് ഒരു ഗ്ലോ ബോക്സ് വന്നുള്ളത്. സോ നിങ്ങൾക്ക് എന്തെങ്കിലും ജ്യൂസ് കാര്യങ്ങൾ അതിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കൂളായിട്ട് കിട്ടും. സോ നമുക്കൊരു ആംബിയൻ ലൈറ്റ്സ് വരുന്നുണ്ട്. അറൗണ്ട് ഒരു 60+ ആംബിയൻ ലൈറ്റ്സും നമുക്കൊരു വെഹിക്കിൾ വരുന്നുണ്ട്. ഡ്രൈവ് മിറേഴ്സ് കൊടുത്തിട്ടുണ്ട്, SOS ബട്ടൺ, ബ്ലൂ ലിങ്ക് കണ്ടിന്യൂറ്റിൻ്റെ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട്. സോ അതുപോലെ തന്നെ റീഡിങ് ലാമ്പ്, ഒരു സിംഗിൾ പെൻ സൺറൂഫും നമുക്ക് കൊടുത്തിട്ടുണ്ട്. സൺഷെയ്ഡ്, ജസ്റ്റ് പോക്കറ്റ് ഹോൾഡർ കാണാനായിട്ട് സാധിക്കും. പാസഞ്ചറിൽ മിറർ വന്നിട്ടുണ്ട്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. സോ നമ്മൾ ഹ്യുണ്ടയുടെ ലൈനപ്പിൽ എല്ലാ വെഹിക്കിൾസ് കാണുന്ന ഒരു ഫീച്ചറാണ്. നമ്മൾ ഏത് സൈഡിക്കോ 10 ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത്, അത് നമുക്ക് ക്ലസ്റ്ററിൽ ക്യാമറ ഓപ്പൺ ആയി വരും. ഒരു ബ്ലൈൻഡ് സ്പോട്ട് കണ്ടോ, ഇത് റൈറ്റ് സൈഡിലാണ് വരുന്നത്, ലെഫ്റ്റ് സൈഡിൽ നമുക്കത് കാണാനായിട്ട് സാധിക്കും. സോ ഇതിൻ്റെ 360 ക്യാമറ വ്യൂ ഈ ഒരു ഓപ്ഷൻസ് വന്നുള്ളത്. ജസ്റ്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 360 വരും. കണ്ടോ, അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഒരു ക്യാമറ യൂണിറ്റാണ് ഈ ഒരു വെഹിക്കിളിൽ വന്നുള്ളത്. കണ്ടോ, എടുത്തു പോകുന്ന വെഹിക്കിളും ഒക്കെ നമുക്ക് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര സ്പേസ് ഉണ്ട്. ആ വെഹിക്കിളും ഈ ഒരു വെഹിക്കിളും ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ട്. സോ അപ്പുറത്തിന് ഹ്യുണ്ടായി എക്സ്റ്റർ പോകുന്നുണ്ട്, അതും നമുക്കിതിൽ എത്ര സ്പേസ് ഡിസ്റ്റൻസിലാണ് പോകണമെന്നും അറിയാൻ സാധിക്കും. സോ ഡ്രൈവ് മോഡ്സും വരുന്നുണ്ട്. സ്പോർട്സ്, എക്കോ, നോർമൽ എന്നീ 3 ഡ്രൈവ് മോഡ്സാണ് ഇതിൽ വന്നിട്ടുള്ളത്. വാവ്. സോ എനിക്ക് പേഴ്സണലി ഇഷ്ടം സ്പോർട്സ് മോഡ് ഇട്ട് ഡ്രൈവ് ചെയ്യാനാണ്. സോ ഇതാണ് ഓവറോൾ ഇതിൻ്റെ ഒരു ഇൻറ്റീരിയർ വരുന്നത്. സോ ഫൈനലി ഹ്യുണ്ടായി വേർണയുടെ സെക്കൻഡ് റോനെ കുറിച്ച് പറയുന്ന സമയത്ത് ഈ ഒരു സ്ലോപ്പിംഗ് ശ്രദ്ധിച്ചോ. ഇത് കാണുന്ന സമയത്ത് നമുക്കൊരു ഹെഡ് റൂം കുറവാണ് അല്ലെങ്കിൽ സ്പേസ് കുറവാണെന്ന് തോന്നിപ്പോകും. സോ നമുക്കിതിൻ്റെ റിസൾട്ട് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. സോ അത്യാവശ്യമുള്ള സ്പേസ് ഒരു സെക്കൻഡ് റോൺ ഇതിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം നല്ലൊരു സ്പേസ് ഫീൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഡോർ പേഡെന്ന് കണ്ടു തുടങ്ങാം. കർട്ടൻ വന്നിട്ടുണ്ട്. സോ അതൊരു സ്റ്റാൻഡേർഡ് ഫീച്ചറാണ് ഒരു കർട്ടൻ വന്നുള്ളത്. ഭയങ്കര യൂസ്ഫുള്ളാണ് ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ. നമുക്കൊരു കർട്ടൻ ഭയങ്കര യൂസ്ഫുള്ളാണ് ഈ ഒരു ഫീച്ചർ. സോ അതുപോലെ തന്നെ ഡോർ ഹാൻഡിലും ലോക്കും കൊടുത്തിട്ടുണ്ട്. പവർ വിൻഡോ കാണാൻ സാധിക്കും. ബോസിൻ്റെ സ്പീക്കറും സെക്കൻഡ് റോയിൽ വന്നിട്ടുണ്ട്. സ്റ്റോറേജ് സ്പേസും ഇതിൽ വന്നിട്ടുണ്ട്. സോ നേരെ അകത്ത് ഇരുന്ന് നോക്കാം. അത്യാവശ്യം നല്ല ലെഗ് റൂം നമുക്കിത് ലഭിക്കുന്നുണ്ട്. കണ്ട, അത്യാവശ്യം നല്ല സ്പേസുള്ള ഒരു സെക്കൻഡ് റോയിൽ വന്നിട്ടുണ്ട്. ഒരു 3 പേർക്ക് നല്ല കംഫർട്ടബിളി ഇതിൻ്റെ സെക്കൻഡ് റോയിൽ യാത്ര ചെയ്യാൻ സാധിക്കും. സോ ഇതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ റീഡിങ് ലാംപ്സ് കൊടുത്തിട്ടുണ്ട്, AC വെൻറ്റുകൾ വന്നിട്ടുണ്ട്, C-പോർട്ട് ചാർജിങ് സോക്കറ്റും വന്നിട്ടുണ്ട്, ഫോൺ വെക്കാനുള്ള ഹോൾഡറും നമുക്ക് കാണാനായിട്ട് സാധിക്കും. സോ അത്യാവശ്യം നല്ലൊരു സ്പേസും നല്ലൊരു വ്യൂ തരുന്ന രീതിയിലാണ് ഇതിൻ്റെ സെക്കൻഡ് റോ ഡിസൈൻ ചെയ്തുള്ളത്. പിന്നെ ഒരു സൺ റൂഫും, ഒരു ചിൽ മൂഡായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് സൺ റൂഫും നമുക്ക് വന്നിട്ടുണ്ട്. ഒരു സിംഗിൾ പാൻ സൺ റൂഫ്, ഒരു ഗ്രാഫ് ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ഹുക്കും കൊടുത്തിട്ടുണ്ട്. കാരണം എന്തെങ്കിലും കെട്ടിവെക്കാനുള്ള ഹുക്കാണ് ഈ ഒരു പോർഷനിൽ കൊടുത്തിട്ടുള്ളത്. സോ ഇവിടെ ഒരു ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. സോ ഇത് കവേർഡ് ആണ്, കാണാൻ സാധിക്കില്ല. അതിൽ കപ്പ് ഹോൾഡേഴ്സും വന്നിട്ടുണ്ട്. സോ ഞാൻ പുറത്തുനിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ ഹെഡ് റൂമിനെ കുറിച്ച്. സോ നിങ്ങൾക്ക് ജസ്റ്റ് കാണിച്ചു തരാം ഇതിൻ്റെ ഹെഡ് റൂം. അത്യാവശ്യം നല്ല ഹെഡ് റൂം ലഭിക്കുന്നുണ്ട്. കണ്ടോ, എനിക്ക് ഇത്രയും സ്പേസ് ലഭിക്കുന്നുണ്ട് ഹെഡ് റൂമിൽ. നല്ല കംഫർട്ടബിളി നമുക്ക് ഇതിൻ്റെ സെക്കൻഡ് റോയിൽ യാത്ര ചെയ്യാൻ സാധിക്കും. സോ ഒരു സെഡാനെ കുറിച്ച് പറയുന്ന സമയം അതിൻ്റെ മെയിൻ കംഫർട്ടബിൾ സീറ്റ് പറഞ്ഞാൽ അതിൻ്റെ സെക്കൻഡ് റോ ആണ്. അതിൽ പെർഫോമൻസ് കിട്ടാണെങ്കിൽ ഡ്രൈവർ സൈഡെങ്കിലും കംഫർട്ടബിളി ഇതിൻ്റെ സെക്കൻഡ് റോയിലാണ് നമുക്കിൻ്റെ സെഡാനിൻ്റെ ഫീൽ ലഭിക്കുക. സോ നിങ്ങൾ മസ്റ്റായിട്ട് ഒരു തവണയെങ്കിലും ഡ്രൈവ് ചെയ്ത് നോക്കേണ്ട ഒരു വെഹിക്കിളാണ്
ഹ്യുണ്ടായി വേർണ. അതുപോലെ കംഫർട്ടബിളും ജസ്റ്റ് ചെക്ക് ചെയ്യേണ്ട വെഹിക്കിളും കൂടിയാണ് ഹ്യുണ്ടായി വേർണ. സോ നിങ്ങൾ മസ്റ്റായിട്ട് ജസ്റ്റ് അടുത്തുള്ള പോപ്പുലർ ഹ്യുണ്ടായി ബന്ധപ്പെടുക, ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ഡ്രൈവ് എടുത്ത് നോക്കുക. ഈ ഒരു വെഹിക്കിൾ അത്യാവശ്യമുള്ള പെർഫോമൻസും നിങ്ങൾക്കൊരു മണിക്ക് വേർത്തായിട്ടും കൂടിയ ഒരു മോഡലും കൂടിയാണ് ഹ്യുണ്ടായി വേർണ. ഫൈനലി എഞ്ചിനെ കുറിച്ച് പറയുന്ന സമയത്ത് 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിനാണ് ഹ്യുണ്ടായി വേർണയിൽ വന്നുള്ളത്. 4 സിലിണ്ടർ അറൗണ്ട് 160 bhp പവറും 253 Nm ടോർക്കാണ് ഈ ഒരു ഹ്യുണ്ടായി വേർണ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ഈ ഒരു വെഹിക്കിൾ തരുന്നുണ്ട്. അതുപോലെ 6 സ്പീഡ് മാനുവലും 7 സ്പീഡ് DCT ഗിയർ ബോക്സിലും ഒരു വെഹിക്കിൾ അവൈലബിൾ ആണ്. ശരിക്കും ചെറിയൊരു പൊളി പൊളിക്കാൻ ഇവൻ അടിപൊളിയാണ്. അത്യാവശ്യം നല്ല പെർഫോമൻസ് തരുന്നുണ്ട്. പിന്നെ ഫുള്ളി പാക്ക്ഡ് ആയിട്ടുള്ള എഞ്ചിന് കൂടിയാണ് ഒരു ഹ്യുണ്ടായി വേർണയിൽ വന്നുള്ളത്. ഫുൾ പാക്ക്ഡ് എഞ്ചിൻ ബേ. ഇതാണ് ഓവറോൾ ഇതിൻ്റെ എഞ്ചിൻ സ്പെസിഫിക്കേഷൻ വരുന്നത്. സോ ഫൈനലി ഇതാണ് ഏറ്റവും പുതിയ ഹ്യുണ്ടായി വേർണ ഫേസ് ലിഫ്റ്റ് അപ്ഡേറ്റഡ് മോഡൽ. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. സോ നമുക്കിന്ന് വെഹിക്കിൾ പ്രൊവൈഡ് ചെയ്തുള്ളത് പോപ്പുലർ ഹ്യുണ്ടായി പെരിന്തൽമണ്ണ തിരൂരിക്കാട് ഷോറൂം എന്നാണ്. സോ ഇവിടെ ലിമിറ്റഡ് സ്റ്റോക്ക് അവൈലബിൾ ആണ്. നല്ല ഓഫേഴ്സും ഇവിടെ അവൈലബിൾ ആണ്. സോ ലിമിറ്റഡ് സ്റ്റോക്ക് മീൻസ് നിങ്ങൾക്ക് വെയിറ്റിംഗ് പീരീഡ് ഇല്ലാതെ പെട്ടെന്ന് വെഹിക്കിൾ കിട്ടണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. ഇവരെ കോൺടാക്ട് നമ്പറും ലൊക്കേഷനും താഴെ കൊടുത്തിട്ടുണ്ട്. ബുക്കിംഗ് ആണെങ്കിലും ടെസ്റ്റ് ഡ്രൈവ് ആണെങ്കിലും ഇവിടെ കോൺടാക്ട് ചെയ്യാം. സോ നെക്സ്റ്റ് വീഡിയോ ചെറിയൊരു ബ്രേക്ക് ചാനൽ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക. സൈനിങ് ഓഫ് ഫ്രം ഷാൻസിയർ ദാറ്റ് ഹ്യുണ്ടായി വേർണ.